തട്ടി മാറ്റിയിട്ടാണ് അകത്തോട്ട് കയറിയത്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 66. അപ്പോൾ 66 എപ്പിസോഡ് വരെ എത്തിയപ്പോൾ എൻ്റെ റിവ്യൂ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. 65ൻ്റെ റിവ്യൂ ഞാൻ ചെയ്തില്ല, കാരണം ഇന്നലത്തെ ലൈവ് എപ്പിസോഡൊന്നും ഞാൻ കണ്ടില്ല. കാരണം മടുത്ത് സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയെ മടുത്തു പോയൊരു ലെവലായിരിക്കും. ബിഗ് ബോസിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള കണ്ടന്റ് ഇല്ല, എന്നാൽ പുറത്താണെങ്കിലും അതിൽ പോയവരെല്ലാവരും കൂടി പല പല കഥകളും അതും ഇതൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഒരു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസത്തെ പ്രൊമോ കാണുമ്പോൾ പിറ്റേ ദിവസത്തെ ലൈവ് കാണാനായാലും എപ്പിസോഡ് കാണാനായാലും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നത്. ഇതിപ്പോൾ എത്ര പ്രൊമോ വന്നിട്ടും കാര്യമൊന്നുമില്ല, ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല കാണാനായിട്ട്. അതിൽ നല്ല കണ്ടന്റ് കൊടുക്കാൻ പറ്റിയ ആളുകളില്ല എന്നുള്ളതൊരു ഫാക്ടർ. അതവിടെ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടേ. ഈ ഷോ ഡയറക്ടർ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല കണ്ടന്റ് ഉണ്ടാക്കണം, നല്ല രീതിയിൽ വെറൈറ്റി ആക്കണം എന്നൊക്കെ ചിന്തിക്കും. ഇത്രയൊക്കെ കണ്ടന്റ് ഇതായിരുന്നു ഇവർക്ക്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ പുറത്തിരുന്ന് അഭിപ്രായം പറയണ പോലെ അല്ല അകത്തിറങ്ങി കളിക്കാമെന്ന്. പക്ഷെ ഞാനിവിടെ നിന്ന് ഞാൻ പറയുന്നത് ഇതിനേക്കാളും നല്ല എത്രയോ രസകരമായിട്ടുള്ള കണ്ടന്റുകൾ നമുക്കതിൽ ഒരു ഡയറക്ടർ വിചാരിച്ചാൽ ഇറക്കാൻ പറ്റും. ഇത് ഇപ്പോൾ ഫാമിലി വീക്ക് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണും ഈ സീസണും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോ ഫാമിലി വരുമ്പോഴും ഒന്നാമത്തെ കാര്യം ഇപ്പോൾ സീസൺ 6 വീട് നിറച്ച ആളുകൾ നിൽക്കുമ്പോഴാണ് ഈ ഫാമിലി വീക്ക് കൊണ്ട് വെച്ചേക്കുന്നത്. അത് കുറച്ച് നേരത്തെ ആയി പോയെന്നുള്ളത്. ഇത്രയും ആളുകളുടെ ഫാമിലി വന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ബോറടിക്കും. അതിന് പോരാണ്ട് എല്ലാം ഒരേപോലെ ഈ കാറിൽ വന്നിറങ്ങുന്നത്. കഴിഞ്ഞ സീസണിലെ ഓരോ ഫാമിലിയും വരുന്നത് ഓരോ രീതിയിലുള്ള ടാസ്ക് കൊടുത്തിട്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഉള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഈ സീസണിലോട്ട് കൊണ്ടുവരാത്തതെന്നാണ് എനിക്ക് മനസ്സിലാത്തത്. ഇവിടെ എന്തോ ഭയങ്കര ലേസി ആയിട്ടുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കണ പോലെയാണ്. ഇതിൻ്റെ എപ്പിസോഡല്ലേ അതെന്തെങ്കിലും കാണിക്കാം, നമുക്ക് അങ്ങനെ എന്തെങ്കിലും ആക്കാം, അതെന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ നടന്നോളും, ആളുകൾ കാണുമല്ലോ എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ ചെയ്ത് വിടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാണാനൊരു ഇൻട്രസ്റ്റ്. ഞാൻ ലൈവ് ഒന്നും ഇപ്പോൾ വെക്കാറില്ല. ഇന്നത്തെ ലൈവ് ഞാൻ രാവിലെ ഒന്ന് വെറുതെ ഒന്ന് ലൈവ് ഓണാക്കിയപ്പോൾ സായി ഇരുന്ന് പൊട്ടിത്തെറിക്കുന്ന സിറ്റുവേഷനാണ് കാണുന്നത്. സായി പറയുന്നത് വേറെ ആരാണെങ്കിലും ഇല്ലല്ലോ, നാട്ടുകാരെ കംപ്ലീറ്റ് പേര് പറയാനുണ്ട്, ഭാര്യ മുതൽ അങ്ങ് പേര് ലിസ്റ്റ് അങ്ങ് പറഞ്ഞു പോയി, അത്രയും പേര് പറഞ്ഞു. ഇവരാര് വേണമെങ്കിലും കൊണ്ടുവന്നോ, അച്ഛനെ കൊണ്ടുവരരുത്. എന്നിട്ട് ഇങ്ങനെ തറയിലൊക്കെ ഇട്ട് ഇടിക്കുകയാണ്. പുള്ളി എന്തോ വലിയ എന്തൊരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ്. എനിക്കറിയില്ല, നല്ല ബോറായിട്ടുണ്ട്. ഇനി ആ ഒരു വിഷ്വലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സായിയുടെ അച്ഛൻ ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ പുള്ളി ജന്മത്തവനെ മൈൻഡ് ചെയ്യില്ല. അത്രയും വെറുപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തിട്ട്. എനിക്കറിയാൻ പാടില്ല സായിനോട് ഞാൻ അച്ഛൻ ഇതിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഇത്രയും ജനങ്ങൾ കാണുന്ന ഷോയിൽ വന്നിരുന്നിട്ട് ഒരാളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ, അത് സ്വന്തം അച്ഛനെ പറ്റി പറയുമ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലായി. ഞാൻ അവിടെ വെച്ച് ലൈവ് കാണൽ നിർത്തി. ഇതിൻ്റെ പോക്ക് അങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ എപ്പിസോഡാണ് കണ്ടത്. അപ്പോൾ എപ്പിസോഡ് കണ്ടപ്പോൾ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഫാമിലി വീക്കാണല്ലോ. ഋഷിയുടെ ഫാമിലി വരുന്നു, സംസാരിക്കുന്നു. ഋഷിയുടെ ഫാമിലി ഡയറക്റ്റ് ക്ലൂ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കളിക്കുന്നതും ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കേണ്ട, നിനക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ അറിയാലോ. അതായത് അൻസിബ പറഞ്ഞ് കേട്ട് കളിക്കേണ്ട എന്നുള്ളൊരു ക്ലൂ ആണ് കൊടുത്തത്. അത് എന്തായാലും നല്ലതാണ്. ഋഷിക്ക് അത് പറയേണ്ടവർ പറഞ്ഞപ്പോൾ, അമ്മ പറഞ്ഞപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട്. ഹൗസിലുള്ള കംപ്ലീറ്റ് ആളുകളും പറഞ്ഞപ്പോൾ ഋഷി അത് എതിർത്തതാണ്. ഇപ്പോൾ അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് അത് ഏകദേശം മനസ്സിലായ പോലെ തോന്നുന്നുണ്ട്. പിന്നെ സംഭവമല്ല ഇരിക്കുന്നത് അൻസിബയുടെ ഫാമിലി വന്നപ്പോഴാണ്. അപ്പോൾ അൻസിബയുടെ ഫാമിലി വന്നിട്ട് എല്ലാവരും നല്ല മാറ്റിയിട്ട് ജാസ്മിൻ അങ്ങ് കയറി പിടിച്ച് ഉമ്മ കൊടുത്തതും ഇതൊക്കെ ആയപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ അങ്ങ് ഒരു ഇളകി പറഞ്ഞു. കാരണം എന്താണ് അൻസിബയുടെ അമ്മ ജാസ്മിൻ്റെ PR കമൻറ്റുകളൊക്കെ വായിക്കണം, ചിരിച്ചിരിച്ച് അങ്ങനത്തെ രീതിയിലാണ് കൊണ്ടിരിക്കുന്നത്. എന്താണ് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. അതായത് ജാസ്മിൻ്റെ PR ആണ്, ജാസ്മിൻ്റെ ആളുകൾ ഭീഷണിപ്പെടുത്തി അൻസിബയുടെ അമ്മയെ കൊണ്ട് പറയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ കഥകളുണ്ട്. അതും സിബിൻ്റെ പേത്തോട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. സിബിൻ്റെ പോസ്റ്റിൽ പോയിട്ടൊക്കെ കമൻറ്റുകളുണ്ട് ഇത് ഈ ഒരു വിഷയം പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ ലെവലിലൊക്കെ ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് നോക്കാം. ഇപ്പോൾ അതിൽ മത്സരിക്കുന്ന ഒരാളുടെ ശത്രുവിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ പറയണത് ഇങ്ങനെ അവിടെ ഒന്ന് നല്ലതായിട്ട് പറയണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യില്ല. അങ്ങനെ ഒന്നും പോയി പറയാനും പറ്റില്ല. ഇതവിടെ നടന്നേക്കണത് അൻസിബ അത്യാവശ്യം നല്ല കയറി നിന്ന ടൈമിലാണ് അൻസിബ ഈ പവർ റൂമിൽ കയറി കുറച്ച് നെഗറ്റീവായൊരു വീക്കാണ് അൻസിബ കഴിഞ്ഞത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആകാനുള്ള കാരണം വെച്ചാൽ ജാസ്മിൻ റോബോട്ടായിട്ട് എന്നുള്ള ഇഷ്യൂവിൽ നടന്നൊരു സംഭവമാണ് ഏറ്റവും നെഗറ്റീവായത്. അപ്പോൾ ജാസ്മിൻ അവിടെ, അതായത് ജാസ്മിൻ ഹേറ്റേഴ്സ് പോലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അൻസിബൊക്കെ ഭയങ്കര ഒരു നെഗറ്റീവായി മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം അൻസിബയുടെ ഫാമിലിക്ക് അറിയാം. അവരവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അൻസിബയെ സേഫ് ആക്കിയാണ് ചെയ്തത്, അല്ലാണ്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യല്ല ചെയ്തത്. ജാസ്മിനും ഇതിൻ്റെ പേരിൽ കുറച്ച് വോട്ട് കൂടുതൽ കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ അതോടൊപ്പം തന്നെ അൻസിബയും സേഫായി പോവുകയാണ്. അൻസിബയുടെ ഫാമിലി വന്നിട്ട് ജാസ്മിനോട് കൂടെ നിന്നു എന്നുള്ള രീതിയിൽ അൻസിബയുടെ ആ ഒരു മിസ്റ്റേക്ക്, അതായത് അമ്മ ക്ഷമിച്ചു എന്നുള്ള രീതിയിൽ അത് വേറെ ട്വിസ്റ്റാണത്. അത് അങ്ങനെ ചിന്തിക്കണം. അല്ലാണ്ട് ജാസ്മിന് വേണ്ടി PR വർക്ക് ചെയ്യാനായിട്ട്
അൻസുബിയുടെ അമ്മ അതിൻ്റെ അകത്ത് വന്നായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അതൊക്കെ അവരുടെ ഒരു ഗെയിമിൻ്റെ അവർ ഇറക്കിയ സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാണ്ട് ആരും ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ ഒന്നും നടക്കത്തൊന്നുമില്ല. അങ്ങനെയൊക്കെ പോയി പറയാം, അവർ പുറത്തിറങ്ങി പറയില്ലേ. ഇപ്പം അൻസുബ അടുത്ത ആഴ്ച അങ്ങനെ പുറത്തായി കഴിഞ്ഞാൽ അവർ പറയൂലേ ഞങ്ങളെ കൊണ്ട് അവിടെ ജാസ്മിനെ പൊക്കി പറിച്ചെന്ന് അവർ പറയൂലേ. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ ക്ലൂ ഒക്കെ കൊടുക്കാം. ഇപ്പോൾ അൻസുബക്ക് ഇപ്പോൾ വോട്ട് കുറവാണ്, നെഗറ്റീവ് ആവാൻ കാരണം ജാസ്മിനായിട്ടുള്ള ആ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതിന് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു അങ്ങനെയൊക്കെ വല്ലതൊക്കെ പറഞ്ഞ് കൊടുത്താലേ നമുക്കറിയില്ല, നമുക്കിതൊക്കെ അറിയില്ല, അവിടെ ബാക്കിൽ നടക്കണമെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാലും ഡയറക്റ്റ് പോയിട്ട് അവിടെ ഇപ്പോൾ അൻസുബയുടെ അമ്മയുടെ ഒരു പോയിട്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കില്ല. അത് ഉറപ്പുള്ള കാര്യം, അങ്ങനെയൊന്നും നടക്കില്ല. അപ്പോൾ അത് അവിടെ ഒരു ഗെയിം ഇറക്കിയതായിട്ട്, അത് അൻസുബയുടെ ഫാമിലി ഒരു ഗെയിം ഇറക്കിയതായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് അവിടെ ജാസ്മിനൊന്നും ചെയ്യാനില്ല, ജാസ്മിൻ്റെ സബ്ജക്റ്റ് അതിലില്ല. പക്ഷേ പുറത്ത് വന്നപ്പോൾ അത് ജാസ്മിന് നല്ലൊരു നെഗറ്റീവായി. അത് ഷോ ഡയറക്ടർ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് ജാസ്മിനെ ബൂസ്റ്റ് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു, അത് വേറെ കാര്യം. പിന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത അഭിഷേകിൻ്റെ കാര്യത്തിലുണ്ട്. കാരണം എല്ലാവരും അമ്മമാരുടെ കാര്യം അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരൻ അവിടെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഇരിക്കുന്നൊരു സീൻ കാണിച്ചായിരുന്നു. അപ്പോൾ എല്ലാവരും അമ്മയെ എക്സ്പെക്ട് ചെയ്ത് അങ്ങനെ അമ്മ 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 എന്ന് പറയുമ്പോൾ അവിടെ അഭിഷേക് അവിടെ ഒരൊറ്റക്ക് മാറിയിരിക്കുന്ന കാര്യം എനിക്ക് ചെറിയൊരു ഫീലായി. കാരണം അമ്മയില്ലല്ലോ, അതും ഫാമിലിയിൽ നിന്ന് മാറി പല പല വീടുകളിൽ നിന്ന് വളർന്നൊരു ക്യാരക്ടർ ആയതുകൊണ്ട് പുള്ളി പുറത്ത് കാണിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതായത് അങ്ങനെ കാണിക്കണവർക്ക് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാവുക. അതായത് ഉള്ളിൽ ഒരുപാട് വിഷമമുള്ളവർ മാക്സിമം ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ പുറത്ത് കാണിക്കാണ്ടിരിക്കുകയാണ്. അപ്പോൾ അഭിഷേകിൻ്റെ ഒരു ക്യാരക്ടർ അതുപോലെയാണ്. ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ടെങ്കിലും പുറത്ത് കാണിക്കത്തില്ല എന്നുള്ളൊരു ഉറച്ച മൈൻഡിൽ അവിടെ നിൽക്കുന്നൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സായിയുടെ വിഷയം ഞാൻ പറയുന്നില്ല, കഴിഞ്ഞ് സായി ബോറാക്കിയിട്ടുണ്ട്. അതുള്ള കാര്യം പറയാം, ബോറാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സായിയുടെ ഈ വർത്തമാനത്തിൽ സായിയുടെ വീട്ടിൽ നിന്ന് ആരും വരരുത്, അങ്ങനെ അതാ ചെയ്യേണ്ടത്. അത്രയ്ക്ക് ബോറാക്കിയിട്ടുണ്ട് സായി. എനിക്ക് പേഴ്സണലി എനിക്കൊരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, പക്ഷേ എനിക്ക് പേഴ്സണലി ഒരു തരത്തിൽ സായിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് പല സബ്ജക്റ്റിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഇതൊരു ഷോ ആണ്, ആളുകൾ കാണുന്നുണ്ടെന്നൊക്കെ ഉള്ളൊരു ഇപ്പോൾ സാറ്റർഡേ സൺഡേ എപ്പിസോഡിലാണെങ്കിലും ഇപ്പോൾ ഫാമിലിയുടെ കാര്യം എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ തന്നെ സായിയുടെ കുറേ എക്സ്പ്രഷനൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു തരത്തിൽ പുള്ളി എന്തോ വലിയ സംഭവമാണ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് സായിയുടെ ഈ വക കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനൊന്ന് ലൈവ് നിർത്തിയത്. പിന്നെ എപ്പിസോഡാണ് കണ്ടത്. പിന്നെ ജിൻഡോൻ്റെ കാര്യം വരുന്ന ഫാമിലി എല്ലാവരും പറയുന്നത് ജിൻഡോൻ്റെ കോമഡിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളത്. ജിൻഡോനെ കൂടുതൽ കാണിക്കുന്നില്ല ഫ്രെയിമിൽ. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജിൻഡോ സംസാരിക്കുന്ന സമയത്തൊക്കെ ബാക്കിയുള്ളവരുടെ മൈക്ക് ഓണും ജിൻഡോൻ്റെ മൈക്ക് ഓഫാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ജിൻഡോ അവിടെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ ജിൻഡോൻ്റെ വോയിസ് മാത്രമില്ല. ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു 4-5 പേരുടെ വോയിസ് ഉള്ളതിൽ ജിൻഡോൻ്റെ വോയിസ് മാത്രമല്ല. ജിൻഡോ അവിടെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ ജിൻഡോൻ്റെ വോയിസ് പുറത്തോട്ട് വരുന്നില്ല. ഞാനതൊന്ന് ഒരുപാട് തവണ നോട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെയോ കളികൾ നടക്കണമെന്നുള്ള കാര്യം അറിയാം. പിന്നെ ഈ വീക്ക് എവിക്ഷൻ ഇല്ല, വീക്കെൻഡ് എപ്പിസോഡ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയാണെങ്കിൽ ഫാമിലി വീക്ക് കറക്റ്റായിട്ട് കൊണ്ടെത്തിക്കാൻ പോകുന്നത് ഇപ്പോൾ ജാസ്മിൻ്റെ ഫാമിലി വരുന്നത് സാറ്റർഡേ സൺഡേ എപ്പിസോഡിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ വ്യൂസ് കിട്ടുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഇവർ കുറച്ച് കളികൾ കളിച്ചതാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ഫിനാലയെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ പവർ റൂം ജിൻഡോ തിരിച്ചു പിടിച്ച ഒരു സിറ്റുവേഷനിൽ ജിൻഡോ, അർജുൻ, ശ്രീധു ഇവർ തിരിച്ചു പിടിച്ച സിറ്റുവേഷനിലാണ്. ഇനി പവർ റൂം എന്നുള്ള കോൺസെപ്റ്റ് വേണ്ട, ഗ്രൂപ്പുകൾ വേണ്ട, ഒറ്റക്ക് കളിക്കാം എന്നുള്ള രീതിയിൽ ആ പവർ റൂം എന്ന് പറഞ്ഞ സംഭവം എടുത്ത് കളഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് വന്നപ്പോൾ പോലും ഗ്രൂപ്പ് സെയിം ടീം, അതായത് ആദ്യം തന്നെ കിച്ചൺ ടീം, ബാത്റൂം ടീം, ഫ്ലോർ ടീം എന്നൊക്കെ പറഞ്ഞെങ്കിൽ ലാസ്റ്റ് വിധി വന്നപ്പോൾ ടണൽ ടീം, ഡെന്ന് ഇതൊക്കെ തന്നെ വന്നു. അപ്പോൾ ഈ ഒരു ടീം എടുത്ത് കളഞ്ഞത് ജിൻഡോ പവർ റൂമിൽ കയറാണ്ടിരിക്കാൻ വേണ്ടി മാത്രം എടുത്ത് കളഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഇൻഡിവിജ്വൽ ടാസ്കിലേ കൊടുക്കേണ്ടത്, തിരിച്ചെന്തിനും പിന്നെയും ഗ്രൂപ്പ് ടാസ്ക് കൊടുത്തു. എനിക്ക് മനസ്സിലാവുന്നില്ല. ജിൻഡോ അവിടെ പവർ റൂമിൽ നിന്ന് ഇറക്കിയത് ജിൻഡോയുടെ ടീമിനെ പവർ റൂമിൽ നിന്ന് ഇറക്കിയത് ഇനി എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കളിക്കട്ടെ, പവർ റൂം എന്നുള്ള കോൺസെപ്റ്റ് വേണ്ട, ഇനി റൂമുകൾ വേണ്ട, ആ ടീമുകളില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കിയിട്ട് വെറുതെ റാൻഡമായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ തിരിച്ച് ഇൻഡിവിജ്വൽ ടാസ്ക് കൊടുക്കേണ്ട സമയത്ത് അവിടെ പിന്നെ ഗ്രൂപ്പ് ടാസ്ക് കൊടുത്തിട്ട് അതും ടിക്കറ്റ് ഫിനാലെയൊക്കെ ഇൻഡിവിജ്വൽ ടാസ്ക് ആയിട്ട് കൊടുത്ത് നല്ല രസകരമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. കാരണം പ്രേക്ഷകർ മടുത്തിരിക്കുകയാണ് ഈ ഗ്രൂപ്പ് ടാസ്ക് കണ്ട് ആ ഒരു സിറ്റുവേഷനിൽ പിന്നെയും ഇവർ ഈ ഒരു ടാസ്ക് കൊണ്ടുവന്ന് ഈ ഗ്രൂപ്പ് ടാസ്ക് കൊണ്ടുവന്നിട്ട് എന്താണ് ഇവർ ഇതിന് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോൾ ജാസ്മിൻ ഒരു കപ്പ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കറക്റ്റ് ആണെങ്കിൽ അതിന് പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം വേണമെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ടാസ്ക് എന്ന് പറയാം. കാരണം ഒറ്റക്കൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പലരും ജയിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതിൽ ടാസ്കുകൾ മികച്ചു വെക്കുന്ന പ്ലേയേഴ്സ് വേറെ ഉണ്ട്. ഈ ജാസ്മിനെ പോലുള്ളവരൊക്കെ ഇതുപോലെ ഇൻഡിവിജ്വൽ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ കുറച്ച് കഷ്ടപ്പെടും. അതുകൊണ്ടാണോ ഇനി അവസാനം വരെ ഈ ഗ്രൂപ്പ് വെച്ചുകൊണ്ട് കളിക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. എൻ്റെ ഒരു ഡൗട്ട് മാത്രമാണ്. ഈ എല്ലാവരും പറയുന്നത് ജാസ്മിൻ ഒരു കപ്പ് എന്ന് പറയുന്നതാണല്ലോ. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ ടാസ്ക് കൊടുത്താലേ ഓരോരുത്തർക്ക് അവരവരുടെ കഴിവ് കൊടുക്കാൻ പറ്റുള്ളൂ. അതെന്തുകൊണ്ട് അത് ഇപ്പോഴും ഇറക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവും. കാരണം ഗ്രൂപ്പ് ടാസ്ക് കണ്ട് മടുത്തു. ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കാണിക്കേണ്ട ഒരു ടാസ്ക്കാണ് ഈ ടിക്കറ്റ് ഫിനാലെ. അതിൽ പോലും ഇതുപോലെ കൊണ്ടുവന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും
ഈ ഒരു സീസണോട് കൂടി ഞാൻ എന്തായാലും ബിഗ് ബോസ് കാണൽ അവസാനിപ്പിക്കും. ഇതിപ്പോൾ കണ്ട് തുടങ്ങി പോയതുകൊണ്ട് കാണുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ സത്യമാണ് ആലോചിക്കാറുണ്ട് ഇത് കാണണ്ടായിരുന്നു. ഇതിപ്പോൾ കണ്ട് തുടങ്ങി പോയി നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങിയതുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതോടുകൂടി സീസൺ 7 എന്തായാലും ഞാൻ എത്ര വലിയ ആളുകൾ വന്നെന്ന് പറഞ്ഞാലും കാണില്ല. കാരണം ബിഗ് ബോസ് എന്നൊരു ഷോയോടുള്ള ആ ഒരു വിശ്വാസം തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അതുകൊണ്ട് ഇതോടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ സീസൺ എന്തായാലും കംപ്ലീറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അതെന്തായാലും തുടങ്ങി പോയതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നാളത്തെ എപ്പിസോഡ് കണ്ടിട്ട് സംസാരിക്കാം. അതുവരെ ബൈ.